സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപണം വിജയകരം. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:33 ക്രൂ 10 പേടകം വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, എപ്പോഴാണ് ഈ പേടകം അവിടെ എത്തുക? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് നാളെ, അതായത് നാളെ ഏതാണ്ട് 9 മണിയോടുകൂടി, രാവിലെ 9 മണിയോടുകൂടി ഇന്ത്യൻ സമയം മാർച്ച് 16 9 മണിയോടുകൂടിയാണ് പേടകം അവിടെ എത്തുക. അതായത് ഈ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് സ്പേസ് എക്സിൻ്റെയും അതുപോലെ തന്നെ നാസയുടെയും അറിയിപ്പിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്ന് 4:33 ഈ പേടകം ലോഞ്ച് ചെയ്തത്. നേരത്തെ നമുക്കറിയാവുന്നു 24 മണിക്കൂർ മുമ്പ് ലോഞ്ച് ചെയ്യപ്പെടേണ്ട ഒരു പേടകമായിരുന്നു, അല്ലെങ്കിൽ ഈ ദൗത്യമായിരുന്നു. ചില സാങ്കേതിക തകരാറുകൾ കണ്ടെത്തി, അത് കാലാവസ്ഥയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചില ഹൈഡ്രോളിക്സിലെ ചില പ്രശ്നങ്ങളെല്ലാം തന്നെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ക്രൂ 10 മിഷൻ നീട്ടിവെക്കേണ്ട സാഹചര്യമുണ്ടായത്. ഈ ക്രൂ 10 മിഷൻ്റെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഘടകം 9 മാസത്തോളമായി ബച്ച് വിൽമോറും അതുപോലെ തന്നെ സുനിത വില്യംസും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ്. അത്രയും കാലം ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നത് അവർ അങ്ങോട്ട് സഞ്ചരിച്ച സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ സാങ്കേതിക തകരാറ് കൊണ്ട് അതിന് തിരിച്ചു വരാൻ സാധിക്കാത്തൊരവസ്ഥയിലെത്തുകയും അതിൻ്റെ റിപ്പയർ സാധിക്കാത്തൊരു സാഹചര്യം അത് ബഹിരാകാശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിലാണ് മറ്റൊരു പേടകം എത്തിച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യമായി മാറിയത്. ആ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 4 ബഹിരാകാശ സഞ്ചാരികളെയും ചേർത്ത് കൂട്ടി ഇപ്പോൾ ഈ പുതിയ പേടകം, അതായത് 10ാമത്തെ ദൗത്യം ക്രൂ 10 മിഷൻ വിക്ഷേപിച്ചിരിക്കുന്നത്. മിഷൻ നാളെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുകയും പിന്നീട് അതിന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തോടുകൂടി തന്നെ ഇവരുടെ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള എൻട്രി സാധ്യമാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത്. ഇതിലേറെ പ്രാധാന്യം അറിയിക്കുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സുനിത വില്യംസിൻ്റെയും ബച്ച് വിൽമോറിൻ്റെയും നിക് ഹേഗിൻ്റെയും എല്ലാം തിരിച്ചുവരവ് തന്നെയാണ്. ഇവർ തിരിച്ചു വരുന്നതിനെ ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് 17-ാം തീയതി തിരിച്ചു വരുമെന്ന സൂചനകളായിരുന്നു നേരത്തെ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ 19-ന് മുമ്പ് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണിത്. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന വിഷയം. ഇത്രയും കാലം സ്പേസ് സ്റ്റേഷനിൽ തിരിച്ചു വരാൻ സാധിക്കാത്തൊരവസ്ഥയിൽ തങ്ങേണ്ടി വന്നത് വളരെ ആദ്യമായൊരു സംഭവമാണ്. 9 മാസത്തിലേറെയായി അവിടെ സുനിത വില്യംസും അതുപോലെ തന്നെ ബച്ച് വിൽമോറും എല്ലാം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ അവിടെ തങ്ങുന്നൊരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ആ ഒരു ആംബിയൻസിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അതിന് ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ ശരീരത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ ജോയിൻറ്റുകളിലെല്ലാം, അസ്ഥിയുടെ ജോയിൻറ്റുകളിലെല്ലാം തന്നെ വിടവുണ്ടാകുന്നത് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അത് അകലുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടാൻ സാധ്യതയുണ്ട്. ഈ അടുത്തതായി നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ സ്പേസുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിച്ചത്, ഒരു പെൻസിലെടുത്ത് എഴുതുന്നതിന് പോലും സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ശാരീരിക സ്ഥിതി എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. തീർച്ചയായും അത്തരത്തിലൊരു അവസ്ഥയുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവന്ന് കൃത്യമായ മറ്റു മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലൊരു ത്യാഗനിർഭരമായൊരു ജീവിതം നയിച്ച് തിരിച്ചു വരുന്നൊരു സാഹചര്യമാണ് അപ്പോൾ സുനിത വില്യംസ്, ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസ് നേരിടുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. തീർച്ചയായും ഇനി ഈ ക്രൂ 10-ൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 4:33 വിക്ഷേപിക്കുകയും ആ വിക്ഷേപണത്തിന് ശേഷം അത് ബഹിരാകാശത്തെത്തി ഭൂമിയെ വലം വെച്ച് കൃത്യമായി ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ബഹിരാകാശ നിലയത്തിൻ്റെ ഗവേഷണ പരീക്ഷണങ്ങൾ തുടരുന്നതിന് വേണ്ടിയുള്ള ആസ്ട്രോനോട്ടുകളെ കൃത്യമായി എത്തിക്കുക എന്ന ദൗത്യവും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായുണ്ട്. ഇതിൽ 4 ബഹിരാകാശ സഞ്ചാരികളാണുള്ളത്. 2 അമേരിക്കയുടെയും ഒരു ജപ്പാൻ്റെയും അതുപോലെ തന്നെ റഷ്യയുടെയും ബഹിരാകാശ സഞ്ചാരികൾ ഈ ദൗത്യത്തിൽ ഉണ്ട്. വീണ.